ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. ഞങ്ങളുടെ യൂണിറ്റിൽ ഒരു ദീദിയുടെ വീട്ടിൽ വരലക്ഷ്മി പൂജയാണ്. അവർ ആന്ധ്ര തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ ഈ വരലക്ഷ്മി പൂജ എന്തുവെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എല്ലാവരും സാരി ഉടുത്തോണ്ടാണ് പോകുന്നത്. വൈകിട്ട് 6 മണിയാകുമ്പം സ്റ്റാർട്ടാവും. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് കൂടെ ഇല്ല. അപ്പോൾ പൂജയ്ക്ക് പങ്കെടുക്കുന്നതുകൊണ്ട് ഇനി ഒരു നോൺ വെജ് ഒന്നും കഴിച്ചില്ല. മുടിയൊക്കെ കണ്ടോ, ഈ എണ്ണയ്ക്കകത്ത് പൊതിഞ്ഞിരിക്കുക. എനിക്കറിയത്തില്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനൊരു ഫങ്ഷൻ വരുമെന്നുള്ളത്. അതുകൊണ്ട് ഇന്നലെ ഞാൻ കുറേ എണ്ണയെല്ലാം കൂടെ വാരി തലയ്ക്കകത്ത് പൊത്തി വെച്ചേക്കുക. ഇനിയിപ്പോൾ അത് വാഷ് ചെയ്ത് കളയണം. എന്തായാലും പോയിട്ട് വരാം. അപ്പം ഞാൻ ഇന്ന് പൂജയ്ക്ക് പോകുന്ന വീഡിയോ ആണ് ഇന്നുള്ളത്. നാട്ടിലെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും ഇല്ലയോ? ഇവിടെ ഞങ്ങൾ രാജസ്ഥാനിൽ കുറച്ച് മലയാളികൾ ഞങ്ങൾക്കും ഇവിടെ ആണെങ്കിൽ അവരുടെ അച്ഛനില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഓണം പ്രാവശ്യം കുറവാണ്. ഇവിടെ കേരള സമാജത്തിൻ്റെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ തിരുവോണത്തിൻ്റെ അന്ന് വലിയ സദ്യയും അത്തപ്പൂ മത്സരവും അങ്ങനെയൊക്കെയുണ്ട്. ഒത്തിരി ഈ ജോധ്പൂരിലുള്ള ഒരുവിധം മലയാളികളെല്ലാം വരും അയ്യപ്പ അമ്പലത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന്. അപ്പം ഞാൻ കരുതി രാവിലെ എന്നാൽ തിരുവോണത്തിൻ്റെ അന്ന് അയ്യപ്പാമ്പലത്തിലോട്ട് പോകാമെന്ന്. അപ്പം നാട്ടിലെല്ലാവരും ഓണത്തിന് റെഡി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? ഡ്രസ്സൊക്കെ എടുത്ത്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് അയ്യപ്പാമ്പലത്തിൽ പോകും ഞാനും മക്കളൂടെ. അവർ അച്ഛൻ വരാൻ കുറച്ച് ദിവസം കൂടെ കഴിയും. ഞാൻ അയ്യപ്പാമ്പലത്തിൽ അത്തപ്പൂ മത്സരം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ അവൾ എന്നോട് വന്നിട്ട് ചോദിക്കുക, അത്തപ്പൂ മത്സരം ഉണ്ടോ മമ്മീന്ന്? അവിടെ അത്തപ്പൂ മത്സരം ഇല്ല, വലിയൊരു അത്തപ്പൂക്കളോ ഒക്കെ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാ. അപ്പോൾ ഇവളോട് കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങടി എന്ന് പറഞ്ഞിട്ട് ഇവൾ ഉറങ്ങുന്നില്ല. കാരണം 6 മണിയാവാൻ ഇനിയും സമയമുണ്ട്. ഇന്നുവരെ ട്യൂഷന് വിടുന്നില്ല. പിന്നെ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങാതെ അവൾ എൻ്റെ അടുത്ത് മാറി ഇരിക്കുക. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്ന് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫങ്ഷൻ വന്ന് പറഞ്ഞാൽ പോകാൻ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ബർത്ത്ഡേയോ ഇങ്ങനെയുള്ള പൂജകൾ മാത്രമല്ല ഉള്ളു. നാട്ടിലാകുമ്പം പാല് കാച്ച്, ഉത്സവം, ഓണം, അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ്. ചിലപ്പോൾ അതെല്ലാം മിസ് ചെയ്യും. ഇവിടെ കിട്ടുന്ന ചില കാര്യങ്ങൾ അവിടെയും കിട്ടാറില്ല, അവിടെ ഉള്ള നല്ല കാര്യങ്ങളൊന്നും ഇവിടെയും കിട്ടാറില്ല. അങ്ങനെ ഇപ്പം സമയം 5:30 മണി കഴിഞ്ഞ്. പെട്ടെന്ന് ഞാൻ തലമുടിയെല്ലാം കെട്ടുക. നേരത്തെ ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു. ക്വാർട്ടേഴ്സ് ലൈഫിൽ വന്നിട്ട് ആകെ ഉള്ളൊരു ദോഷം എൻ്റെ മുടി മൊത്തം പോയെന്നുള്ളതാണ്. ഇവിടുത്തെ വെള്ളം പല മാതിരിയുള്ള വെള്ളമല്ലേ ക്വാർട്ടേഴ്സിൽ. അപ്പം ക്ലോറിൻ അടങ്ങിയ വെള്ളം കുളിച്ച് മുടി മൊത്തം പോയി. ഈ കാണുന്ന സാരിയാണ് ഞാൻ ഉടുത്തുകൊണ്ട് പോകുന്നത്. യെല്ലോ കളറും ഒരു മജന്ത ഷെയ്ഡും. എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. ഒരു പൂജാ പരിപാടി അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ വലിയൊരു സാരി ആയിരിക്കും കൂടുതൽ ഉടുക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് അവളെ നാട്ടിൽ നിന്ന് പോയപ്പം എനിക്ക് കൊണ്ടുവന്നതാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു ഈ സാരി. ഇനി അടുത്ത ടാസ്ക് എവളെ ഒരുക്കുന്നത്. ഞാൻ ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ എവളെ റെഡിയാക്കണം. അല്ലെങ്കിൽ അവൾക്ക് ഒരു സമാധാനമില്ല. അവൾക്ക് കണ്ണെഴുതണം, പിരുവ് എഴുതണം. അവൾ പിരുവ് എഴുതാതെ എങ്ങും പോകത്തില്ല. ഇതാ ഞങ്ങളുടെ ഒരു ഔട്ട്ലുക്ക്. എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാമോ? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ദീദിയുടെ ക്വാർട്ടർ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചെന്നപ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഞങ്ങളുടെ മെയിൻ സാബുകളാണ്. അതിൻ്റെ താഴെ നല്ലോണം കോലമൊക്കെ വരച്ചിട്ടുണ്ട്. ഫസ്റ്റിലെ ചെന്നത് ഞങ്ങളാണ്. ഇവിടെ താഴെ വിരിച്ചേക്കുന്ന ആ മാറ്റിനകത്ത് എല്ലാവരും താഴോട്ടിരുന്ന്. ഇവിടെ സൈഡിലായിട്ട് ദേവിയെ നല്ലോണം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിലും പിന്നെ കർണാടക ഇങ്ങനെയുള്ള സ്റ്റേറ്റിലാണ് കൂടുതലായിട്ട് ഈ വരലക്ഷ്മി പൂജ ചെയ്യുന്നത്. അപ്പം വരലക്ഷ്മി പൂജ ചെയ്യുമ്പം കൂടുതലും കല്യാണം കഴിച്ചവരാണ് ചെയ്യുന്നത്. അപ്പം ദേവിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുമെന്നാണ് അവരുടെ വിശ്വാസം. നല്ലോണം വ്രതമൊക്കെ എടുത്താണ് ചെയ്യുന്നത്. അവിടെ ഒരു വലിയ മിറർ കണ്ടപ്പം ഞാൻ എൻ്റെ ഫുൾ സ്ക്രീനൊന്ന് നോക്കി. പക്ഷേ ഹാഫേ കിട്ടിയോള്. ഇതാ ദീദി, നവനിത മാം.
മാമ ആണെങ്കിൽ ഒരു തട്ടത്തിനകത്ത് കുങ്കുമം, മഞ്ഞൾ, പ്രസാദം ഇതെല്ലാം ആയിട്ട് നമ്മുടെ ഓരോരുത്തരുടെ അടുത്തോട്ട് വരും. അത് അരിയും പൂവും എല്ലാം ഉണ്ട്. അത് നമ്മുടെ തലയെ വെച്ചിട്ട് നമ്മളെ പൂജ ചെയ്യും. പൂജ ചെയ്തിട്ട് നമ്മളെ ആരതി ഒഴിയും. അങ്ങനെ അതിൻ്റെ ചടങ്ങ്. സൈഡിൽ ആ പിങ്ക് കളറിലെ ടേബിളിനകത്ത് വരലക്ഷ്മി ദേവിയെ അണിയിച്ചൊരുക്കി വെച്ചേപ്പുണ്ട്. ഒരു കലശത്തിനകത്ത് പട്ടൊക്കെ ചുറ്റി മുകളിൽ ദേവിയുടെ തലയുടെ രൂപമൊക്കെ വെച്ച് നല്ലതായിട്ട് ഒരുക്കിയാണ് വെച്ചേക്കുന്നത്. പായസം, കുഴക്കട്ട, പലമാതിരി ഫ്രൂട്ട്സുകൾ, സ്വർണം, വെള്ളി, വെങ്കലം, അങ്ങനെ എല്ലാം കാണിക്ക വെച്ചാണ് ദേവിയെ ഒരുക്കി നിർത്തിയേക്കുന്നത്. ഇനി അടുത്തത് എൻ്റെ ഉഴവാണ്. ഞാൻ നിലത്തിരുന്ന് കണ്ടോ ദേവി എത്ര സുന്ദരിയാക്കി ഒരുക്കി നിർത്തിയേക്കുന്നത്. നമുക്ക് കണ്ണെടുക്കാനേ തോന്നത്തില്ല, അതുപോലെ സുന്ദരിയായിട്ട് ഒരുക്കിയേക്കുമായിരുന്നു ദേവിയെ. ഇങ്ങനെ രണ്ട് സൈഡിലും മഞ്ഞൾ തേക്കും, അതിനുശേഷം കുങ്കുമം ഇടും. പിന്നെ കാലിൻ്റെ പാദത്തിൽ കുങ്കുമവും മഞ്ഞളും ഇട്ട് പൂജിക്കും. പിന്നെ നമ്മുടെ താലിമാലയ്ക്കകത്ത് കുങ്കുമം ഇടും. തലയിൽ പൂവ് വെച്ചിട്ട് തല ഒഴിഞ്ഞിട്ട് അരിയും പൂവും കൂടെ തലയിലും ദേഹത്തുമായിട്ടിടും. മോളൂട്ടി എൻ്റെ കൂടെ വന്നപ്പോൾ അവളെ അതൊക്കെ തന്നെ ദിതി ചെയ്ത് അവൾക്കും മഞ്ഞളും പൊട്ടും എല്ലാം ഇട്ട് ദേവിയുടെ കണക്ക് പൂജിക്കും. ഒരു ദേവീ സങ്കല്പം പോലെ നമ്മളെ ഇരുത്തി പൂജിക്കുന്നത്. എനിക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ പാത്രത്തിനകത്ത് പ്രസാദം തരും. അതിനകത്ത് ലഡു, പഴം, വള, മൈലാഞ്ചി, സിന്ദൂരം, ഫ്രൂട്ടായിട്ട് എന്തെങ്കിലും ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും, കുപ്പിവള, ഇതെല്ലാം താലത്തിനകത്ത് തരും. ആ പാത്രവും നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. എനിക്ക് ഒരെണ്ണം തന്ന് മോളൂട്ടിക്ക് ഒരെണ്ണം കൊടുത്ത്. ഇതെല്ലാം ഞങ്ങളുടെ സീനിയർ മെയിംസാബുകളാണ്. അപ്പോൾ അവർ രണ്ടാമത്തെ ട്രിപ്പിലാണ് വന്നത്. ഫസ്റ്റിൽ ഞങ്ങളിരുന്ന്. അപ്പോൾ വരുന്നവർക്ക് കുറച്ച് പേർക്ക് മാത്രമേ ഇരിക്കാനുള്ളൊരു സൗകര്യമുള്ളൂ. കൂടി വന്ന ഒരു 10 പേർക്ക് മാത്രമേ ഇരുന്ന് പൂജ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വന്ന് വെയിറ്റ് ചെയ്യുക. സൈഡിൽ മാറി ഹാളുണ്ട്, ഹാളിൽ എല്ലാവരും വെയിറ്റ് ചെയ്തു. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. സെയിം അതേ കാര്യങ്ങൾ തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് ദേവി കുമ്പിട്ട് എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കും. നമ്മുടെ നാട്ടിലേക്കാട്ടിലും ഇങ്ങനെയൊക്കെയുള്ളൊരു ഫങ്ഷന് ചെല്ലുമ്പം പ്രത്യേക ഒരു സ്നേഹവും സൗഹൃദവും എല്ലാം കാണും അതിനകത്ത്. ഞാൻ എൻ്റെ തട്ടപ്രസാദം മേടിച്ച് ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കി ഫോട്ടോകളെല്ലാം ഞാൻ എടുത്ത്, ദീദി എന്നോട് പറഞ്ഞ് ഫോട്ടോ എല്ലാം എടുക്കുക ശരി, എനിക്ക് വേണമെന്നുള്ളത്. അപ്പം ഞാൻ എല്ലാ ഫങ്ഷനും കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് തിരിച്ചു പോയത്. മോനെ ഞാൻ കൊണ്ടുവന്നില്ല, ആൺകുട്ടികൾ അങ്ങനെ വരാറില്ല. കുഞ്ഞുങ്ങളുള്ളവർ അതുങ്ങളെയും കൊണ്ട് വരും, അല്ലാതെ ആൺകുട്ടികൾ അങ്ങനെ പൂജയ്ക്ക് വരാറില്ല. അപ്പം ഞാൻ പോകുവാന്ന് ദീദിയോട് പറഞ്ഞിട്ട് ഇറങ്ങുക. സമയം ഒരുപാടായി, 7 മണിക്ക് മേലെയായി. ഇത്രയും നല്ലൊരു ഫങ്ഷന് ഞങ്ങളെ വിളിച്ച നവനിത മാമിനും കുടുംബത്തിനും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും
മറക്കരുത്.